Okay. So, good morning, everyone. Today we are going to study about the class 5C, GS19 Engineering Graphics. And all you know about last time നമ്മൾ എടുത്ത ക്ലാസ്സസ് എന്ന് പറയുകയാണെങ്കിൽ ടോട്ടലി ഒന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഏതൊക്കെയായിരുന്നു നമ്മൾ എടുത്തത് പോയിന്റ്സ് എടുത്തു, അതുപോലെ തന്നെ ലൈൻസ് എടുത്തു, ലൈനിന്റെ റൊട്ടേഷൻ പഠിച്ചു. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമ്മൾ പ്ലെയിൻ എടുക്കുന്നു, പ്ലെയിനിന്റെ റൊട്ടേഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻ മീൻ വൈൽ വി ഓൾസോ സ്റ്റഡീഡ് അബൌട്ട് ദിസ് ട്രേസസും കൂടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ലൈക്ക് so yeah, we go for today's class. Yeah, first topic. So what's the actually some points in which we share details at actually. So there are mainly three non-collinear points. Okay, non-collinear points. So these points are very important when we are going to draw a plane or plane. Collinear and non-collinear planes actually. So non-collinear planes figure. So you can see here in the figure there is three non-collinear points are there actually. Okay, so they are here you can see A, B, and C. So in the figure first one, you can see that the front view of and the top view of the points A, B, and C, and if these points are joined and the plane ABC are obtained. So in the first, the front and the top views are represented by the triangles A dash, B dash, and C dash, respectively. Okay. So you can see that there is a non-collinear collision അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമുക്ക് ക്രോസ് ചെയ്യാത്ത പോയിന്റ്സിലെ നമ്മൾ കൊളീനിയർ പോയിന്റ്സ് നോൺ കൊളീനിയർ പോയിന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, റൈറ്റ്. ആൻഡ് ദീസ് ത്രീ കൊളീനിയർ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ മാതിരി ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാം ആക്ച്വലി. ഓക്കെ, ഒരു രണ്ട് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യാം. ഈ രണ്ട് പോയിന്റ്സുകൾ വെച്ചിട്ട് നമുക്ക് എന്താ ചെയ്യാം, പ്ലെയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓൺലി ലൈൻസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. But when we are going to take a three lines or 3 points നമ്മൾ എടുക്കുകയാണെങ്കിൽ we can create a plane actually. Okay, so അങ്ങനെ മൂന്ന് നോൺ കൊളീനിയർ പോയിന്റ്സുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, so next one is a line, a point dot not on the line actually. Okay, so ഒരു ലൈൻ എന്ന് പറയുന്നത് ഒരു പോയിന്റ് അല്ല ആക്ച്വലി. ഓക്കെ, അത് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറഞ്ഞ മാതിരി ഒരു ലൈൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പോയിന്റിൽ നിന്നാണ് നമ്മളൊരു രണ്ട് പോയിന്റ്സുകൾ ചേർന്നിട്ടാണ് നമ്മളൊരു ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ദ ഫിഗർ ദ ലൈൻ ആൻഡ് എ പോയിന്റ്, ഒരു ലൈനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു പോയിന്റിനെ കുറിച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. So it shows that the top view of a line AB and the point C, and if the end A and B are joined with the point C, the plane ABC can be obtained. So similarly, നമുക്ക് എന്താ വെച്ചാൽ ABC എന്ന് പറയുന്ന ഒരു പ്ലെയിൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന by using a 3 points actually. Okay, now suppose when two intersecting lines ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും two intersecting lines ഉണ്ടാവുന്നത്? So in the figure 3 you can see that there is a front and top views of the two intersecting lines AB and CD. So AB അതുപോലെ തന്നെ CD എന്ന് പറയുന്ന രണ്ട് intersecting lines ആയിരിക്കും. If the end A, B, C end are joined, a plane ABCD can be obtained. So ഇവിടെ A, B, C, D എന്ന് പറയുന്ന ആ ഓരോ പോയിന്റ്സുകൾ നമ്മൾ ആ ഒരു കണ്ടിന്യൂസ് ജോയിന്റ്സ് വരികയാണെങ്കിൽ we can make a plane actually. Okay, സോ ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് കൊളീഷൻ അല്ലെങ്കിൽ രണ്ട് പ്ലെയിൻസ്, രണ്ട് ലൈൻസ് നമ്മൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ അവിടെ ഒരു പ്ലെയിൻസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് വെൻ വി ആർ ജോയിൻഡ് ദീസ് ഔട്ട് സൈഡ്, ഓക്കെ, എ ബി സി ഡി എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് എ പ്ലെയിൻ ആക്ച്വലി. ഓക്കെ, now two parallel lines actually. Okay, suppose ഇവിടെ നമുക്ക് നാലത്തെ ഫിഗർ കാണാം, രണ്ട് പാരലൽ ലൈൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് പാരലൽ ലൈൻസ് കൊണ്ട് മാത്രം നമുക്കൊരു പ്ലെയിൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, so you can see that there is a two parallel lines AB and CD. But if the ends A, B, C, D are joined, എല്ലാ പോയിന്റുകളും നമ്മൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ we can create a plane. Okay. So if the top and front views which is represented by here, you can see the figure actually. Okay, here you can see that A dash, B dash, C dash, and D dash, which is represented by the front view, and here you can see that A, B, C, D are represented as a top view. Okay. Now, classification of planes actually. So this is a small theory part related with the planes actually. So planes, you know that basically there is a two main principal planes are there. One is the horizontal plane and vertical plane. So these are the principal planes which are horizontal plane and vertical plane, as you know. But in the secondary planes are the planes which is oblique in plane actually. So a perpendicular plane and an oblique plane. Okay, they are known as the secondary planes. A plane perpendicular to one or both of the principal planes are called the perpendicular plane.
So each planes, what are the different types of planes and what are the how the planes are look like, we will go for the figures actually. But before that, you have to understand the theory related with the planes. So majorly we can say the planes broadly classified into two. First one is the principal plane, second one is the secondary planes. So principal planes are again divided into two. One is the horizontal plane and another one is the vertical plane. And the second thing is the secondary plane, in which one we can say it is the first one is the perpendicular plane and another one is the oblique plane. So in the plane perpendicular, it becomes that plane is suppose one it is perpendicular to one of the principal plane, or both of the principal plane is called a perpendicular plane. And suppose a plane which is inclined to both, actually one or both, then that principal plane is called actually the inclined plane. Okay. So ഏതെങ്കിലും ഒരു പ്രിൻസിപ്പൽ പ്ലെയിനിലേക്ക് ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ, ഓക്കെ, ഒരു പ്ലെയിൻ ആ പ്ലെയിൻ ഇൻക്ലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ലെങ്കിൽ ഒബ്ലിക് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ. സോ പ്ലെയിൻ വിച്ച് ഈസ് ബോത്ത് രണ്ട് പ്രിൻസിപ്പൽ പ്ലെയിൻസിനും എന്താ പറയുക ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് ഒബ്ലിക് പ്ലെയിൻ എന്ന് പറയും. ഓക്കെ. ഒരു സിംഗിൾ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഗിൾ പ്രിൻസിപ്പൽ പ്ലെയിനിലേക്ക് നമുക്ക് ഈ പറഞ്ഞ മാതിരി എന്താ പറയുക ചരിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ ഒരു ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഇൻക്ലൈൻഡ് പ്ലെയിൻ എന്ന് പറയാം. ബട്ട് സപ്പോസ് രണ്ട് പ്ലെയിനിലുമായിട്ടും ഇൻക്ലിനേഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് വേണമെങ്കിൽ ഒബ്ലിക് പ്ലെയിൻ എന്ന് പറയാം. ഓക്കെ. സോ ഹിയർ യു ക്യാൻ സീ ദാറ്റ് ദ ട്രേസസ്. ഓക്കെ. ദ ട്രേസസ്, ഐ തിങ്ക് യെസ്റ്റർഡേ ക്ലാസ്സിൽ നമ്മൾ ട്രേസസിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് ഹിയർ ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദ ട്രേസസ്. ഓക്കെ. So yeah, so you can see the position of the plane figure which represent to the reference planes actually. Okay, so you can see that there is a first condition, first a plane which is parallel to HP and perpendicular to HP VP. Okay, so ഇവിടെ നമ്മൾ ഇത്രയും ദിവസം നമ്മൾ വിചാരിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ലൈൻ, അതായത് ഒരു പെന്ന് ഉപയോഗിച്ചിട്ട് ഒരു നോട്ട്ബുക്ക് തുറന്നിട്ട് അതിൽ ഒരു പെന്ന് നിങ്ങൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ദിവസം പറഞ്ഞിരുന്നത്. ബട്ട് നൗ നിങ്ങളുടെ മുമ്പിൽ ചെറിയൊരു പീസ് ഓഫ് കാർഡ്ബോർഡ്, ഒരു ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു ചെറിയൊരു പീസ് ഓഫ് കാർഡ്ബോർഡ്, സ്ക്വയർ കാർഡ്ബോർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ കാർഡ്ബോർഡ് എടുത്തിട്ട് നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്ക് തുറന്നിട്ട് ഇതുപോലത്തെ ഒരു പൊസിഷനിൽ, സോ നോട്ട്ബുക്കിന്റെ ഒരു പാർട്ട് ഇത്, പകുതി പാർട്ട് ഇത്, ബാക്കി പകുതി പാർട്ട് അടിയിൽ. ഓക്കെ. സോ ഇതുപോലെ വെച്ചിട്ട് നിങ്ങളൊരു ജസ്റ്റ് ഒരു കാർഡ്ബോർഡ്, ചെറിയൊരു പീസ് ഓഫ് കാർഡ്ബോർഡ് പേപ്പർ, ഓക്കെ, ചെറിയ തിക്നെസ് ആയിട്ടുള്ള പേപ്പർ എടുത്ത് നിങ്ങൾ ഇതുപോലെ വെക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഫ്രം ദി ഒബ്സർവർ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ് നിങ്ങളുടെ ഫ്രണ്ട് വ്യൂ കാണുക. ഒരു സിംഗിൾ ലൈൻ. ഓക്കെ. യു ക്യാൻ സീ ആസ് എ സിംഗിൾ ലൈൻ. ബട്ട് നിങ്ങൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിലോ യു ക്യാൻ സീ ദ എൻറ്റയർ ഷീറ്റ് ആക്ച്വലി. ആ ഒരു കാർഡ്ബോർഡ് നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണാൻ പറ്റും. ഓക്കെ. So that is actually the top view actually. So when a plane which is parallel to HP, so HP ഇതാണ് നമ്മുടെ HP plane. ഈ HP plane പാരലൽ ആയിട്ട് നമുക്ക് ഒരു പ്ലെയിൻ നിൽക്കുകയാണെങ്കിൽ ആൻഡ് ഓൾസോ ദ പെർപെൻഡിക്കുലർ ടു വിപിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പിക്ചോറിയൽ റെപ്രസെന്റേഷൻ. ആൻഡ് ദിസ് ഈസ് ദി ഓർത്തോഗ്രാഫിക് റെപ്രസെന്റേഷൻ. So you can see that when you convert this pictorial representation into orthographic representation, you can see that the XY line, you can see the XY line. Here the intersection line is the XY line. So you can see the XY line. And this is, as you know, this is the first quadrant. So you can make a 90 degree in the 90 degree you can downward like a movie. The HP plane downward like a movie. You can see here you can downward like a movie. And then you can ഇവിടെ ഈ ലൈൻ അവിടെ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ദ ലൈൻ ഇസ് ഹിയർ. ദാറ്റ് ഇസ് ദ ഫ്രണ്ട് വ്യൂ ഓഫ് ദ ലൈൻ. ഓക്കെ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദിസ് സ്ക്വയർ ഷേപ്പ്. ഓക്കെ. ഈ സ്ക്വയർ ഷേപ്പ് നിങ്ങൾക്ക് അടിയിൽ കാണാം. സോ ദാറ്റ് ഇസ് ദ സ്ക്വയർ ഷേപ്പ് ABCD. So clearly when we study about the pictorial view, you can see that you can convert into the orthographic view. So now in the pictorial view, just start from the beginning. ABCD. അപ്പം ഞാനൊരു പ്ലെയിൻ എടുക്കുകയാണ്. ആ പ്ലെയിനൂടെ കൊണ്ട് വെച്ചു ABCD എന്ന് പറയുന്ന ഒരു പ്ലെയിൻ. ഓക്കെ. ഇറ്റ് ഈസ് റെപ്രസെന്റ് ഹാഷ് ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു, ഹാഷ് ലൈൻസിൽ. ഓക്കെ. Now you can see from the top view നമ്മൾ എടുക്കുകയാണെങ്കിൽ ടോപ്പ് വ്യൂ നമുക്കത് ഇവിടെ കാണാം, നമ്മുടെ HP കാണാം. സോ ദാറ്റ് ഈസ് ABCD എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, സ്മോൾ ലെറ്ററിൽ. ഓക്കെ. ഫ്രം ദി അപ്പം നമുക്ക് ഈ ABCD എന്ന് പറയുന്ന പോയിന്റ്സുകൾ ഈ ഒരു VPയിൽ നിന്നും HP നിന്നും ഏതൊക്കെ പോയിന്റുകളിലാണ് ഈ ഒരു പ്ലെയിൻ നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് പറയും. ദാറ്റ് ഈസ് എന്താ പറയുക, ഫ്രം ദി 20 mm in front of VP. Okay, the point D is 20 mm in front of VP. അല്ലെങ്കിൽ the point D is 30 mm above HP എന്ന് പറയാൻ നമുക്ക് തരും. ഓക്കെ. അല്ലെങ്കിൽ point A is above എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. or the plane is 20 mm above HP അല്ലെങ്കിൽ 25 mm in front of VP എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരും. ഓക്കെ. So all the data you will be provided actually in the examination or the in the question. You can get all the data, and from the data you have to draw the plane actually. Okay.
So I think this plane, the projection of the plane is much more easier than the lines actually. Okay, so lines line rotation easier plane problems. Okay, so you don't need to worry about this. Okay, plane side but the time consuming for the drawing is a little bit more actually. Okay, so time actually, like line time you have to spend for the drawing the this plane the problem. Okay, so here you can see the first category, that is a plane which is parallel to HP and perpendicular to VP. So you can see here the one of the plane ABCD, that is a parallel to HP and HP to parallel, but it is perpendicular to VP. Plane is perpendicular to VP. So you can see the figure actually. So you can see A, B, C, D. Here the top view, and you can see the front view is just a line actually. Okay, so what in the drawing you can see that all the other drawings, all the other these VP, HP, XY line, all these lines are in the thinner line. Okay, വളരെ മെലിഞ്ഞ നമ്മുടെ thin ആയിട്ടുള്ള ലൈൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഓക്കെ, പക്ഷേ ഈ എ ബി സി നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്ന ഈ ലൈൻ, അതുപോലെ തന്നെ ഈ ഒരു ജസ്റ്റ് ഒരു പ്ലെയിൻ എ ബി സി എന്ന് പറയുന്ന പ്ലെയിൻ, ദാറ്റ് യു ഹാവ് ടു ഡ്രോസ് നിങ്ങളുടെ HB പെൻസിൽ ഉപയോഗിച്ചിട്ട് ഡാർക്ക് ആയിട്ട് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും തിന്നായിട്ട് നിങ്ങളുടെ 2H പെൻസിൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾ വരയ്ക്കുക. ഓക്കെ, റൈറ്റ്. So you know that this is a vertical trace actually. Vertical trace vertical trace. So that is why it is represented. This is a vertical trace actually. Okay, I hope you clearly understood about this first one. And the second one, you can see when a plane which is parallel to VP and perpendicular to HP. Okay, so when a plane is parallel to VP and perpendicular to HP, you clearly understood about this word actually. Okay, so that is the plane is which is actually parallel. You can see that this VP and this is our HP, and here this plane is actually parallel to VP. So you can see this is a parallel one. Okay, clearly parallel to VP, and which is perpendicular. So you can see that perpendicular. So this is a perpendicular to HP. So this is the pictorial representation you can see here, and you can see this ABCD you can represent, and you can also represent the hatches line actually. Now now you can see what is the front view actually. So front view, this ABCD entirely, this is a projection. So what is the A dash, B dash, C dash, and D dash? You can see is the front view, and the top view is a simple line actually. Okay, top view is single line. So this is the first quadrant, and it is clearly you will understand. And now you can see that in the orthographic view, XY line is there actually, and in the XY line you can see that this is a ABCD you can represent, and the line which represents the yes is the top view, and this is the front view. And you can see that there is only the horizontal trace are available. There is no vertical trace. How we can say that vertical trace and horizontal trace? See, in the ABCD, if AB is a line which is going upward, this line is, if you are extending this AB line, where it is extend here or here it comes. Okay, when AD is extend, where it comes here or downwards. And BC, where you extend B to here or C to here downwards. And CD, if you are extend, where it comes C here and D is here. So if you are extend, only available drawing is AD and BC actually. So when you extend this one, you can see that it's only coming to this in here, that is a HP line. So that is why your horizontal trace is also here is provided. So that is why horizontal trace. In earlier, you can see in the earlier one, if you are extending these lines, okay, that is AD, if you are extending, you can see it reaches here, and BC, if you are extending, it reaches here. But when you extend this DC actually, either here or this side or either this side, and AB, if you are extend either this side or this side. So these two sides there is nothing. So that is why only vertical traces, that is this line is only available. So that is why vertical trace you can show in here actually. Okay, I think these two you clearly understood about this. Okay, these two segments actually. Okay, right. Now we are going to the another segment, that is here. So the third position, that is a line which is a plane which is inclined to HP and perpendicular to VP. Okay, so a plane which is inclined to HP and perpendicular to VP.
So yes, you know, the plane is inclination with HP. Inclination with HP, it means that here you can see that in the pictorial representation, you can see it is a line which is, so this is a plane actually A, B, C, D, this is a plane which is inclined to HP and which is perpendicular to VP, so perpendicular to VP. So you can see that when it is inclined, it makes the inclination, that is the theta is inclination makes the HP. So you can see the theta is here actually. Okay. So a plane which is inclined to HP. So you can see here it is. But as you know, when it is inclined to HP, you can see that figure in the VP section. Okay, you can see, you can show only in the VP. Okay, when a plane is inclined to HP, that means you can show it in the VP actually. See here, you can see the extend. When it is extend, you can see that this angle is making in the VP. So we can say about the top view. So you can see when you are viewing from the top, you can see that ABCD is a plane which is in the HP. ABCD and when you see from here actually, you can see that there is a line actually. Okay, A dash D dash and C dash B dash. There is a line actually. So front view is a line and top view is a plane actually, a square plane. You can see from the top view, from top view you can see that ABCD is just a plane actually. Okay, so ഇവിടെ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ABCD കാണാം. Okay, അതുപോലെ തന്നെ front view ആയിട്ട് നിങ്ങൾക്ക് ഒരു ലൈൻ കാണാം, top view നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ABCD കാണാം. Okay, now coming to the trace case. Okay, so now you can see that when this line, that is CD line, if you are extending, what happens actually, it reaches to here in the HP plane, and AB line extending where it reaches into the here actually in this point. Okay, so when you are joining this one, okay, so it reaches here actually in this point. Okay, in this point actually. Okay, so only here you can see that there is a horizontal trace is only available. Okay, so vertical trace available ആയിരിക്കോ? ഇല്ല, vertical trace എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് നിങ്ങൾക്ക് വരുന്നത്. So that is ഈ A, B എന്ന് പറയുന്നത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. CD എന്ന് പറയുന്നത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം, അങ്ങോട്ട് ചെയ്യാം. But here you can see that there is a BC. If you are extending here, you can reach in the point here. AD എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ you can see here ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാക്കും. So this one is the vertical trace actually. Okay, ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് this line is representing the vertical trace and this line represents the horizontal trace. Okay, അപ്പൊ നിങ്ങൾ ഇവിടെ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം ഈ ലൈൻ ആണ് horizontal trace, അതുപോലെ തന്നെ ഈ ലൈൻ ആണ് vertical trace. So both vertical and horizontal trace are coming in the picture of an inclination. Okay, when there is an inclination വരുന്ന സമയത്ത് അവിടെ vertical trace അതുപോലെ തന്നെ horizontal trace അവൈലബിൾ ആണ്. പക്ഷെ നേരെ മറിച്ച് ഈ one of the plane which is perpendicular to one of the plane, okay, VP-യിലേക്കോ അല്ലെ HP-യിലേക്കോ ഏതെങ്കിലും ഒരു പ്ലെയിൻ എന്താ പറയുക പെർപെൻഡിക്കുലർ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ട്രേസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, രണ്ട് ട്രേസസും അവിടെ ഉണ്ടാവില്ല. സപ്പോസ് നിങ്ങൾ VP-യിലേക്കോ അല്ലെങ്കിൽ HP-യിലേക്കോ ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഏതെങ്കിലും ഒരു പെർപെൻഡിക്കുലർ ടു ഏതെങ്കിലും ഒരു പ്ലെയിൻ ആണെങ്കിൽ അവിടെ ഒരു ട്രേസസ് മാത്രമേ അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, പക്ഷേ വെൻ ഇഫ് യു ആർ ഇൻക്ലൈനേഷൻ മേക്ക് ചെയ്യാണ്, നിങ്ങളുടെ പ്ലെയിൻ ഏതെങ്കിലും ഒരു പ്ലെയിനിലേക്ക് ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ രണ്ട് ട്രേസസും അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ കീപ് ഇറ്റ് ദാറ്റ് ഇൻ യുവർ മൈൻഡ് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. Now നമുക്ക് അടുത്തതിലേക്ക് പോവാം. So that is inclination with VP actually. Okay, so in the case here നിങ്ങൾക്ക് കാണാം, ഇവിടെ നിങ്ങളുടെ പിക്ചറിൽ റെപ്രസെന്റേഷനിൽ കാണാം. So ഇവിടെ ഇതാണ് നമ്മുടെ പ്ലെയിൻ ABCD എന്ന് പറയുന്ന പ്ലെയിൻ which makes an angle between the VP. Okay, VP ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യാണ്. VP ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഇതിന്റെ ടോപ്പിൽ നമുക്കറിയാം ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും. അതുപോലെ ഇതിന്റെ ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ജസ്റ്റ് ലൈക്ക് ഓപ്പോസിറ്റ്, മറ്റേതിന്റെ ഓപ്പോസിറ്റ് പോലെ തന്നെ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഫ്രണ്ട് വ്യൂ ഒരു സ്ക്വയർ പോലെ നിങ്ങൾക്ക് കിട്ടും. സോ യു ക്യാൻ സി A dash B dash C dash D dash ഈസ് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ്. അതുപോലെ തന്നെ ഈ AD ആൻഡ് BC എന്ന് പറയുന്ന ഈ ഒരു ലൈൻ ആയിരിക്കും നമ്മൾ അതിന്റെ എന്ത് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ ടോപ്പ് വ്യൂ ആൻഡ് ഫ്രണ്ട് വ്യൂ കിട്ടിക്കഴിഞ്ഞു. നൗ കമ്മിങ് ടു ദ പിക്ചർ ഓഫ് ദി ട്രേസസിന്റെ പിക്ചറിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ AB എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് നോക്കിയേ. എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വന്ന് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുന്നത് VP-യിൽ വന്ന് ഒരു മിനിറ്റാണ് വരിക. ഓക്കെ.
So, so as you know, this is happens in the online class, the reality of the online class. Okay, right. Anyway, leave it. Now you can see that here ABCD. Okay, you can see the ABCD in here you can see that when AB line, the line AB, if you are going to extend, you can meet here actually a point. Okay, ഇവിടെ ഒരു point നമുക്ക് extend ചെയ്യാം. So extend ചെയ്യുന്ന സമയത്ത് you can meet here a point in the VP. VP യിൽ ഒരു point നിങ്ങൾക്ക് extend ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ CD എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ഹിയർ ദി CD എന്നുള്ള ലൈൻ എക്സ്റ്റെൻഡ് ചെയ്താലും ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ ദാറ്റ് ലൈൻ ഹിയർ ഇവിടെ നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആ ഒരു പോയിന്റ് നിങ്ങളുടെ വെർട്ടിക്കൽ ട്രേസ്, കാരണം വെർട്ടിക്കൽ പ്ലെയിനിൽ വരുന്നതാണ് വെർട്ടിക്കൽ ട്രേസ്. സോ ദാറ്റ് ഇസ് എ വെർട്ടിക്കൽ ട്രേസ് ആക്ച്വലി. ഓക്കെ, നൗ ഇഫ് യു ആർ ഗോയിങ് ടു എന്താ പറയുക, നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യണം, AD എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ DC എന്ന് പറയുന്ന BC എന്ന് പറയുന്ന ലൈൻ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും. സോ ദീസ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ടോപ്പ് വ്യൂ തന്നെയാണ്. സോ ദിസ് ഇസ് ഓൾസോ എന്താണ് അതിന്റെ ഹൊറിസോണ്ടൽ ട്രേസും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ ഒരു ലൈൻ ഇവിടെ നമുക്ക് രണ്ട് ലൈൻസുകൾ നമുക്കറിയാം, AB എന്ന് പറയുന്ന ഒരു ലൈൻ, അതുപോലെ തന്നെ CD എന്ന് പറയുന്ന ഒരു DC അല്ലെങ്കിൽ CD എന്ന് പറയുന്ന വേറൊരു ലൈൻ. ഓക്കെ, AB ഒരു ലൈൻ, അതുപോലെ തന്നെ DC. ഇനി സപ്പോസ് നിങ്ങൾ ഈ രണ്ട് ലൈനല്ലാതെ വേറെ നിങ്ങൾക്ക് കിട്ടാല്ല, AB എന്ന് പറയുന്ന ലൈനോ അതുപോലെ തന്നെ DC എന്ന് പറയുന്ന ലൈനും. ഇനി ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ AD എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഈ പോയിന്റ് വരുന്നത്, BC എന്ന് പറയുന്ന ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾ 4 കോമ്പിനേഷൻ ഇവിടെ വരുന്നുണ്ട്. ഈ 4 കോമ്പിനേഷൻ ശ്രദ്ധിക്കുക, AB അതുപോലെ AB എന്ന് പറയുന്നത് അല്ലെങ്കിൽ BA എന്ന് പറയുന്നതും അതുപോലെ തന്നെ AD എന്ന് പറയുന്നതും. സോ ഈ ഒരു എയിൽ നിന്ന് തന്നെ രണ്ട് ലൈൻസ് വരുന്നുണ്ട്, AB എന്ന് പറയുന്നതും AD എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് പോയിന്റ്. അതുപോലെ തന്നെ സിന്റെ കേസ് വെച്ച് നോക്കുകയാണെങ്കിൽ BC എന്ന് പറയുന്നതും അതുപോലെ തന്നെ DC എന്ന് പറയുന്നതുമായിട്ടുള്ള രണ്ട് പോയിന്റ്. ഇത് രണ്ടിന്റെയും എക്സ്റ്റൻഷൻ നിങ്ങൾ നോക്കുക. അപ്പൊ എക്സ്റ്റൻഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ആ ട്രേസ് ഏതാന്നുള്ളത് ട്രേസും കിട്ടും. ഓക്കെ, സോ ദിസ് ഇസ് റെപ്രസെന്റ്സ് ആസ് എ VT ട്രേസ്, അതായത് വെർട്ടിക്കൽ ട്രേസും, അതുപോലെ തന്നെ ദിസ് ലൈൻ റെപ്രസെന്റ്സ് ആസ് എ ഹൊറിസോണ്ടൽ ട്രേസ് ഓൾസോ. ഓക്കെ, ഹൊറിസോണ്ടൽ ട്രേസ് ആയിട്ടും അതുപോലെ തന്നെ അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഈ ഒരു ലൈൻ ആക്ച്വലി. സോ നമ്മുടെ AD എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ഈ ലൈൻ എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് അതിന്റെ ഹൊറിസോണ്ടൽ ട്രേസും ആണ്, രണ്ടാമത് അതിന്റെ ടോപ്പ് വ്യൂ ആണ്. സോ ആസ് യു നോ യു ക്യാൻ സീ ദാറ്റ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻസുകളിലാണ് നമുക്ക് ഐദർ ഏതെങ്കിലും ഒരു പ്ലെയിനുമായിട്ട് ഇൻക്ലിനേഷൻ മേക്ക് ചെയ്യുന്ന ആ ഒരു പ്ലെയിൻ ആണ് ആക്ച്വലി അവിടെ രണ്ട് ട്രേസസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒരു ഹൊറിസോണ്ടൽ ട്രേസും അതുപോലെ തന്നെ വെർട്ടിക്കൽ ട്രേസും രണ്ട് ട്രേസസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സപ്പോസ് എ പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലിനേഷൻ വിത്ത് ഐദർ EVP അല്ലെങ്കിൽ HP ആയിട്ട് മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു എന്താ പറയുക ട്രേസസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, so that you have kept in your mind. Okay, so very important thing another. Okay, right. Now the last one, that is which is a plane which is inclined to both VP and HP. Okay, final case ആണ്. ഈ അഞ്ചാമത്തെ കേസിൽ രണ്ട് പ്ലെയിനുമായിട്ടും ഇൻക്ലിനേഷൻ വരികയാണ്. സോ യു ക്യാൻ സീ ഇൻ ദ പിക്ചറൽ വ്യൂ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് കാണാം this plane which is make an angle between horizontal plane and also make an angle between vertical plane. Okay, vertical plane ആയിട്ടും അതുപോലെ തന്നെ horizontal plane ആയിട്ടും ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. സോ രണ്ട്, അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം that is a phi and also the theta actually. സോ theta റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അതുപോലെ തന്നെ phi റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുമായിട്ടൊരു ആംഗിൾ മേക്ക് ചെയ്യുകയാണ്. സോ ബോത്ത് രണ്ട് ആംഗിൾസ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, phi and theta. സോ അവിടെ വരുന്ന സമയത്ത് അവിടെ നമുക്ക് വെർട്ടിക്കൽ ട്രേസും ഹൊറിസോണ്ടൽ ട്രേസും സെയിം അതിന്റെ ഫ്രണ്ട് വ്യൂ ആൻഡ് ടോപ്പ് വ്യൂ അതായിരിക്കും, രണ്ടുമായിരിക്കും നമ്മൾ അതിന്റെ ട്രേസസ് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് യു ക്യാൻ സീ ദാറ്റ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ ഒന്നും നിങ്ങൾ നോക്കി നോക്കിയാൽ ഈ ഒരു ലൈൻ ആയിരിക്കും ആ ഒരു അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ടോപ്പിൽ നോക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് വരുന്ന ഈ ഒരു ലൈൻ ആയിരിക്കും അതിന്റെ ടോപ്പിൽ വരുന്നത്, അവിടെ ഒരു പ്ലെയിൻ വരില്ല. ഓക്കെ, സോ യാ റൈറ്റ്. സോ ദിസ് ഇസ് എൻ ആംഗിൾ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഒരു ഹൊറിസോണ്ടൽ ട്രേസും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരു vertical ട്രേസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, so this is all about the five inclination, five types of segments which is under the plane under വരുന്ന അഞ്ച് segments ഇതൊക്കെയാണ്. Okay, right. Now you can see a problem here. Okay, വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പ്രോബ്ലംസ് ആണ്. സോ നമുക്ക് രണ്ട് പ്രോബ്ലംസ് ഇവിടെ ഡീൽ ചെയ്യും. ഒന്നാമത്തെ പ്രോബ്ലം, draw the projection of a square lamina ABCD of 50 mm side resting on its corner A on the HP when the diagonal AC is inclined 30 degree to HP and the diagonal BD is perpendicular to VP. Okay, so draw the projection of a square lamina. So what is mean by a lamina? Lamina എന്ന് പറയുന്നത് it's a very small thickness ആയിട്ടുള്ള ചെറിയൊരു പ്ലേറ്റ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു നോട്ട്ബുക്കിന് കാർഡ്ബോർഡ് പോലെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള തിക്നെസ്. ഓക്കെ, വളരെ തിൻ ആയിട്ടുള്ള ഒരു ചെറിയൊരു എന്നാൽ പേപ്പറിന്റെ അത്രയും തിക്നെസ്സും അല്ല. ഓക്കെ, ഒരു കാർഡ്ബോർഡ് പോലത്തെ ചെറിയൊരു കാർഡ്ബോർഡ് പോലത്തെ അത്രയുള്ളതിനാണ് നമ്മൾ ലാമിന എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ,
a very small thin ഒരു പേപ്പർ ലൈക്ക് സ്ട്രക്ചർ. ഓക്കെ, നമ്മൾ ലാമിന എന്ന് പറയുന്നത്. ഒരു സ്ക്വയർ ലാമിന ഒരു ചെറിയ സ്ക്വയർ പ്ലേറ്റ് ABCD എന്ന് പറയുന്ന സ്ക്വയർ ചെറിയ പ്ലേറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഹാവിംഗ് 50 mm സൈഡ്. സോ 50 mm സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം സ്ക്വയർ ആയതുകൊണ്ട് എല്ലാ സൈഡും സെയിം ആയിരിക്കും. സോ 50 50 50 50. സോ 4 സൈഡും 50 ആയിരിക്കും. വിച്ച് ഇസ് റെസ്റ്റിംഗ് ഓൺ ദ കോർണർ ഓഫ് A. ഓക്കെ, ഒരു കോർണറിലാണ് നിൽക്കുന്നത് ഓൺ HP. സോ HP എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു കോർണറിലാണ് നിൽക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ആ നോട്ട്ബുക്ക് തുറന്നു വെക്കാം, അതായത് പകുതിയാക്കി വെക്കാം. എന്നിട്ട് അതിൽ ഒരു HP ഒരു പോയിന്റ് എടുക്കാം. ഓക്കെ, HP ഒരു പോയിന്റ് വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു ഒരു കാർഡ്ബോർഡിന്റെ ചെറിയൊരു കട്ടിങ് ഉണ്ട് വെച്ചാൽ ആ കാർഡ്ബോർഡിന്റെ ഒരു പോയിന്റ് നിങ്ങൾ അവിടെ വെക്കുക. ഓക്കെ, അവിടെ വെക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിന്റെ ആ ഒരു പോയിന്റ്, ജസ്റ്റ് ഒരു പോയിന്റ് മാത്രം അതിന് ടച്ച് ചെയ്ത് വെക്കാം. അപ്പൊ ബാക്കി 3 പോയിന്റ് ഫ്രീ ആണ്. ഓക്കെ, സോ വിച്ച് ഇസ് കോർണർ A ഓൺ ദ HP. ഓക്കെ, സോ ആ ഒരു വെച്ച് ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കോർണറിനെ നിങ്ങൾ A എന്ന് പറഞ്ഞ പേര് റെപ്രസെന്റ് ചെയ്യാം. നൗ ദ ഡയഗണൽ AC. ഇപ്പൊ നിങ്ങൾ ഒരു സ്ക്വയർ ലാമിന ആകുമ്പോൾ എയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും C എന്ന് പറയുന്നത് അല്ലെ. സോ ഈ ഒരു സ്ക്വയർ പ്ലേറ്റിന് നിങ്ങൾ പേര് കൊടുക്കണം ABCD എന്ന് പറഞ്ഞ പേര് കൊടുക്കുമ്പോൾ എയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും C എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എയുടെ തൊട്ടടുത്തായിരിക്കും ബിയും ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഡി ഉണ്ടാവുക. ഓക്കെ, സോ BD എന്ന് പറയുന്ന ഒരു ഡയഗണൽ ഉണ്ടായിരിക്കും, AC എന്ന് പറയുന്ന വേറൊരു ഡയഗണൽ ഉണ്ടായിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ നമ്മളൊരു സ്ക്വയർ ലാമിന ഇവിടെ വരച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് AEBC ആൻഡ് B എന്ന് പറയുന്ന ഈ ഒരു ഇന്റേണൽ ആയിട്ട് കാണുന്നത് നിങ്ങൾക്ക്, അതായത് ABC ആൻഡ് D എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യത്തെ സ്ക്വയർ ലാമിന. ഓക്കെ, ഈ സ്ക്വയർ ലാമിന ഇപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ABCD എന്ന് പറയുന്ന സ്ട്രക്ചർ പോലെ ആയിരിക്കും നിങ്ങൾക്ക് അതിന്റെ ടോപ്പ് വ്യൂ കാണുന്നത് ആക്ച്വലി. ഓക്കെ, പക്ഷേ ദാറ്റ് മേക്സ് ആൻ ആംഗിൾ ബിറ്റ്വീൻ 30 ഡിഗ്രി എന്ന് പറയുന്നുണ്ട്. HP ആയിട്ട് AC is inclined to 30 degree to HP എന്ന് പറയുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ആ ഒരു ലാമിനെ നിങ്ങൾ ചെറുതായിട്ട് പൊക്കാം. ആ പൊക്കി കഴിഞ്ഞാൽ, അതായത് C സൈഡിൽ നിന്നും ചെറുതായിട്ടൊന്ന് ഉയർത്തി കഴിഞ്ഞാൽ, അത് ചെറുതായിട്ട് ഉയർത്തണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നിന്ന് നിങ്ങൾ ഒരു 30 ഡിഗ്രി ആംഗിളിലേക്ക് ഉയർത്തുക. സിന്റെ ആ ഒരു എൻഡ് നിങ്ങൾ ചെറുതായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഡയമണ്ട് ഷേപ്പ് പോലെ ആയിരിക്കും കിട്ടുന്നവ. ആ ഒരു സീന്റെ പോയിന്റിൽ നിങ്ങൾ ചെറുതായിട്ട് ഉയർത്തി കഴിഞ്ഞാൽ 30 ഡിഗ്രി ആംഗിളിലേക്ക് ചെറുതായിട്ട് ചരിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന അതിന്റെ ടോപ്പ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് അടുത്തത്. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് ആദ്യത്തെ അതിന്റെ ഒരു ടോപ്പ് നിങ്ങൾ ആദ്യം വരയ്ക്കുക. ABCD എന്ന് പറയുന്ന ടോപ്പ് വ്യൂ ആദ്യം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ, അതായത് ആ ഒരു പ്ലെയിനിൽ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, HP പ്ലെയിനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും ABCD അവിടെ വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ആ സ്ക്വയർ പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇനി അതിനെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഉയർത്തുകയാണ്. ഉയർത്തുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ മുകളിലേക്ക് കൊണ്ടുവരികയാണ് C എന്നുള്ളത്. അപ്പൊ സീന്റെ മുകളിലേക്ക് ചെറുതായിട്ട് പോകുന്നത് ആ 30 ഡിഗ്രി ആംഗിൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം XY ലൈൻ വരയ്ക്കാം. XY ലൈൻ വരച്ചിട്ട് ഇവിടെ ഡിസ്റ്റൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, എത്ര ഡിസ്റ്റൻസിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ വെറുതെ ഒരു അസ്യൂം ചെയ്തൊരു ഡിസ്റ്റൻസ് എടുത്തിട്ട് നമ്മൾ A എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് ABCD എന്ന് പറയുന്ന ഒരു റെക്ടാംഗിൾ നമ്മൾ വരയ്ക്കാം. റെക്ടാംഗിൾ അല്ല, ഒരു സ്ക്വയർ വരയ്ക്കാം ആക്ച്വലി. ഓക്കെ, ഒരു ഡയംഗിൾ ആയിട്ട് വരയ്ക്കാം. Aക്ക് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും C. ഇനി ഈ C എന്ന് പറയുന്ന പോയിന്റ്, അതാണ് ഞാൻ 50 എടുത്തത്, എല്ലാ സൈഡും 50 ആണ്. ഓക്കെ, റൈറ്റ്. ഇത് നിങ്ങൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ A പോയിന്റിൽ നിന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ XY ലൈനിൽ വെക്കാം. കാരണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഈ XY ലൈൻ ഇവിടെ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്ലെയിൻ റെപ്രസെന്റ് ചെയ്യുന്ന VP പ്ലെയിൻ ആണെങ്കിലും ഇവിടെ നിങ്ങൾ കാണുമ്പോൾ ഇത് ഫ്രണ്ട് വ്യൂ. ഓക്കെ, അതിന്റെ ഫ്രണ്ട് വ്യൂ കാണുമ്പോൾ A'. ഓക്കെ, A' ഇവിടെ തന്നെയാണ് നിൽക്കുന്നത്. അവിടുന്ന് 30 ഡിഗ്രി ആംഗിളിലേക്ക് മുകളിലേക്ക് പോക്കുക. സോ 30 ഡിഗ്രി ആംഗിൾ നിങ്ങൾ മുകളിലേക്ക് പൊക്കി, എന്നിട്ട് നിങ്ങൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്കറിയാം ഇവിടെ നിന്ന് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് അതിന് ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിന്റ് കിട്ടും. ഓക്കെ, ഈ ഇതിലേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടും. സോ നിങ്ങൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കോമ്പസ് എടുക്കുക, എന്നിട്ട് പോയിന്റ് ഇവിടെ വെക്കുക. എന്നിട്ട് ഈ ഡിസ്റ്റൻസിൽ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് അതിനെ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 30 ഡിഗ്രി ആംഗിളിലേക്ക് ഒരു ലൈൻ വന്ന് മീറ്റ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം 30 ഡിഗ്രി ആംഗിൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നിങ്ങൾ A' എന്ന് പറയുന്ന പോയിന്റിൽ നിങ്ങളുടെ കോമ്പസ് എടുത്ത് കുത്തിയതിന് ശേഷം ആ പെൻസിൽ ഉപയോഗിച്ച് ഈ ഒരു പോയിന്റ്, അതായത് സിയിൽ നിന്ന് വരുന്ന സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന ഈ ഒരു പോയിന്റിന് നമ്മൾ എന്ത് ചെയ്യുക, റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു റേഡിയസ് എടുത്തിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ 30 ഡിഗ്രി ആംഗിൾ ഒരു ലൈനിൽ ഒരു പോയിന്റിൽ അവിടെ നമ്മൾ ടച്ച് ചെയ്യും ആക്ച്വലി. ഓക്കെ, അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ടേക്ക് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഈ സിക്ക് കണക്കാക്കിയൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടെ ഒരു പോയിന്റ് എത്തും. അതിന് നമ്മൾ C1 എന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, C1. അതുപോലെ തന്നെ സിമിലർലി നമ്മൾ ഈ B എന്ന് പറയുന്നതല്ലേ, BD എന്ന് പറയുന്ന ഈ ഡയഗ്രം. ഓക്കെ, ഈ BD എന്ന് പറയുന്ന ഡയഗ്രാമിന് സ്ട്രെയിറ്റ് ആയിട്ട് മോഡ് വന്ന് ഇവിടുന്ന് ഇതേ പ്രൊസീജിയർ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു A' ആൻഡ് B' എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് നമ്മൾ ആർക്ക് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാം. അവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് B1 ഇതിന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന പോയിന്റ് B1 അതുപോലെ ഇവിടുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്നത് D1 എന്ന് പറഞ്ഞ പോയിന്റും കിട്ടും. ഓക്കെ,
ഇവിടുന്ന് സ്ട്രൈറ്റ് ആയിട്ട് താഴോട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന ബിക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന പോയിന്റ് B1 അതുപോലെ തന്നെ ഡിക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരുന്ന പോയിന്റ് D1 എന്ന് പറഞ്ഞ പോയിന്റും കിട്ടും. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് C1 ആൻഡ് B1 ആൻഡ് D1 ഇത്രയും പോയിന്റ്സുകൾ കിട്ടിയോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശശിക, അനുശ്രീ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇപ്പം നിങ്ങൾക്ക് സി എന്നുള്ള പോയിന്റ്, അതായത് ABCD ആദ്യം നിങ്ങൾ വരച്ചു. അത് കഴിഞ്ഞ ശേഷം ഈ സി പോയിന്റിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുവന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്തു. ഇനി റൊട്ടേറ്റ് ചെയ്തതിന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് C1 എന്നുള്ള പോയിന്റ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഇവിടുന്ന് നിങ്ങൾ ഇതേമാതിരി തന്നെ റൊട്ടേറ്റ് ചെയ്തു, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ യു ക്യാൻ സീ ദാറ്റ് ദർസ് B1 എന്നുള്ള പോയിന്റ് നിങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ഡിയിൽ നിന്ന് D1 എന്നുള്ള പോയിന്റ് കിട്ടി. ഇനി ഈ എയിൽ നിന്ന് തന്നെ A to B1, C1 ആൻഡ് D1 ഇത്രയും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ നോർമലി നിങ്ങൾക്ക് ഉണ്ടായിരുന്ന പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലത്ത് കിടത്തിക്കൊണ്ടുണ്ടായിരുന്ന പൊസിഷൻ ABCD ആയിരുന്നെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ 30 ഡിഗ്രി ആംഗിളിലേക്ക് ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോഴത്തെ കറണ്ട് പൊസിഷന്റെ ടോപ്പ് നിങ്ങൾക്ക് കൂടെ കാണാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി A' B1 C1 B1 D1 ഡാഷ് ആൻഡ് C1 ഡാഷ്. ഓക്കെ, അതിന്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. അതായത് ഇപ്പോഴത്തെ കറണ്ട് പൊസിഷനിൽ, അതായത് 30 ഡിഗ്രി ആംഗിൾ പൊന്തിച്ചതിന്റെ കറന്റ് പൊസിഷന്റെ ഫ്രണ്ട് വ്യൂ ഇതാണെങ്കിൽ അതിന്റെ ടോപ്പ് വ്യൂ ആണ് ഇപ്പൊ നിങ്ങൾ വരച്ച A1 B1 C1 ആൻഡ് D1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി, നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്താൽ മതി, ഒരു സ്ക്വയർ പ്ലേറ്റ് നിങ്ങളുടെ കയ്യിലുണ്ട്. ആ സ്ക്വയർ പ്ലേറ്റിന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ പൊന്തിക്കുന്ന സമയത്ത് ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കണം നിങ്ങളുടെ പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഫ്രണ്ട് വ്യൂ നിങ്ങൾ നോക്കുമ്പോൾ, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലേറ്റ് പോലെ തന്നെ, ഒരു ലൈൻ പോലെ നിങ്ങൾക്ക് കാണാം, ഒരു ചെറിയൊരു തിക്നെസ് ഉള്ള ലൈൻ പോലെ തന്നെ നിങ്ങൾക്ക് കാണും. പക്ഷെ അതിന്റെ ടോപ്പിൽ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സ്ക്വയർ പ്ലേറ്റ് ആണ് നിങ്ങൾക്ക് കാണുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഈ കാര്യം ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങൾ വീട്ടിൽ ഇന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സ്ക്വയർ പ്ലേറ്റ് എടുക്കുക, ഈ സ്ക്വയർ പ്ലേറ്റ് ഒരു കർലാസോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ചെറിയ കാർഡ്ബോർഡ്, സ്ക്വയർ കാർഡ്ബോർഡ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ നോട്ട്ബുക്ക് വെച്ചിട്ട് ആ നോട്ട്ബുക്കിന് നിങ്ങൾ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ABCD പേര് കൊടുത്തിട്ട് ആ സിയിൽ നിന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എങ്ങനെയായിരിക്കും അതിന്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്, എങ്ങനെയായിരിക്കും അതിന്റെ ടോപ്പ് വ്യൂ വരുന്നത് എന്നുള്ളത്. ഇൻ ഗ്രാഫിക്സിൽ നിങ്ങൾ എന്താ പറയുക, റിയലൈസേഷൻ ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. കാരണം ഇമാജിനേഷൻ ആൻഡ് റിയലൈസേഷൻ. ഓക്കെ, സോ ഇമാജിനേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ കണ്ടുപിടിക്കാം, പക്ഷേ റിയലൈസേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഇതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുമ്പോൾ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് റിയലൈസേഷൻ ആവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇത് വൺസ് ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒരിക്കലും ഈ ഒരു പ്രോബ്ലം വന്നാൽ നിങ്ങൾ മറക്കില്ല. സോ ഐ തിങ്ക് വൺ ഓഫ് ദ പ്രോബ്ലം യൂണിവേഴ്സിറ്റി ചോദിച്ചൊരു പ്രോബ്ലം കൂടിയാണിത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാണുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇമാജിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ പേരുകൾ കൊടുക്കുന്നത് നിങ്ങൾക്കറിയാം. ഇതിന്റെ ടോപ്പ് വ്യൂ, അതായത് ഇവിടെ HPയിൽ നമ്മൾ കൊടുക്കുന്നത് ABCD എന്നുള്ള പേരുകളാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ VPയിൽ നമ്മൾ A' B' C' എന്ന് പറഞ്ഞ പേരുകളാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന ആ റൊട്ടേഷനും അതുപോലെ തന്നെ അതിൽ കാണിക്കുന്ന ആ ഒരു ഫ്രണ്ട് വ്യൂ, ഓക്കെ, ഒരു 30 ഡിഗ്രി ആംഗിളിലേക്ക് റൊട്ടേറ്റ് ചെയ്ത ആ റൊട്ടേഷനും അതുപോലെ തന്നെ അതിന്റെ ഇപ്പോഴത്തെ കറന്റ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ എപ്പോഴും ഒരു പൊസിഷൻ വരയ്ക്കുമ്പോൾ അതിന്റെ ആദ്യം ഉണ്ടായിരുന്ന പൊസിഷനും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പിന്നീട് വന്ന ആംഗിളിൽ ചേഞ്ച് വന്ന പൊസിഷനും നമ്മളിവിടെ കാണിക്കാം ആക്ച്വലി. ഓക്കെ, സോ യാ, പിന്നെ ഇതിൽ പറയുന്ന ഒരു വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സപ്പോസ് നിങ്ങൾക്ക് ഒരു ചോദ്യം വരാം, സാർ ഇവിടെ A പോയിന്റ് വെക്കുന്നതിനും വേറെ എവിടെ A പോയിന്റ് വെച്ച് ഇങ്ങനെ തിരിഞ്ഞൂടെ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിലാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, ഇതിൽ BD ഈസ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നുണ്ട്. സോ BD എന്ന് പറയുന്നത് ഇതാണ്, BD എന്ന് പറയുന്നത് ദാറ്റ് ഇസ് ഓൾസോ പെർപെൻഡിക്കുലർ ടു VP. VP ഇതാണ്, VPക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുന്നുണ്ട്. സോ ഈ രണ്ട് കണ്ടീഷനാണ് ഇതിനെ ശരിക്കും ഇങ്ങനത്തെ ഒരു ഡയഗണൽ ഷേപ്പ് ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ആക്ച്വലി. സോ AC എന്ന് പറയുന്നത് A ക്ക് ഓപ്പോസിറ്റ് ആണ് ഡയഗണൽ C എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കേസിൽ BD എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു VP എന്നും പറഞ്ഞു. സോ ദാറ്റ് ഇസ് വൈ ABCD എന്ന് പറയുന്നത് ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടാനുള്ള കാരണം. സോ ദെൻ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസും കിട്ടുന്നത് നിങ്ങൾ ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. അതായത് ഇവിടുന്ന് എത്ര ഡിസ്റ്റൻസിലാണ് പുറത്തേക്ക് കിട്ടുന്നത് എന്നുള്ളതൊന്നും ഇമാജിൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. Anyway, I hope today's class is enough for you. Now, I think I hope everyone